കൂട്ടമായിരുന്ന് കാണുമ്പോൾ പ്രേക്ഷകർ വലിയ കയ്യടി നൽകുന്ന ചില ചിത്രങ്ങൾ OTTയിൽ എത്തുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന വിമർശനം ഏൽക്കാറുണ്ട്. രണ്ടിടത്തും നല്ല അഭിപ്രായം കേൾക്കുന്ന അപൂർവം സിനിമകളെ ഏത് ഭാഷയിലും വരാറുള്ളൂ. ഇപ്പോഴിതാ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം തുടരും. മലയാളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പലത് തകർത്ത ചിത്രത്തിന്റെ OTT റിലീസ് ഇന്നലെയായിരുന്നു. ദിവസം 1 പിന്നിടുമ്പോൾ മറുഭാഷ പ്രേക്ഷകരുടെയും മുക്തകണ്ഠമായ പ്രശംസ നേടുകയാണ് ചിത്രം. എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുടരും അഭിനന്ദന പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നല്ലൊരു ശതമാനവും മറുഭാഷ പ്രേക്ഷകരിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. മലയാളത്തിനൊപ്പം തുടരും സിനിമയുടെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിലെത്തിയിരുന്നു. പിന്നീട് തമിഴ് പതിപ്പും എത്തി. പ്രേക്ഷകർ എത്തിയെങ്കിലും നല്ല അഭിപ്രായങ്ങൾ നേടിയെങ്കിലും മലയാളം ഒറിജിനൽ പതിപ്പിന്റെ കളക്ഷനുമായി താരതമ്യപ്പെടുത്താവുന്ന കളക്ഷൻ മറുഭാഷ പതിപ്പുകൾക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ആ കുറവ് OTTയിൽ നികത്തിയിരിക്കുകയാണ് ചിത്രം. ഒരു നെഗറ്റീവ് കമന്റ് പോലുമില്ല എന്ന തരത്തിലാണ് OTT റിലീസിന് പിന്നാലെ ലഭിക്കുന്ന സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. ചിത്രത്തിന്റെ റീമേക്ക് അവകാശം ആർക്കും നൽകരുതെന്ന് ആവശ്യപ്പെടുന്ന മറുഭാഷ പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലുണ്ട്. മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടിയാണ് വ്യത്യസ്ത ഭാഷക്കാരിൽ നിന്നും ലഭിക്കുന്നത്. മോഹൻലാൽ കഴിഞ്ഞാൽ കാണികൾ ഏറ്റവും ആഘോഷിക്കുന്നത് ജോർജ് സാറിനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയ്ക്കാണ്. ചിത്രത്തിലെ മോഹൻലാലിന്റെ സ്റ്റില്ലുകളും ലഘു വീഡിയോകളും അഭിനന്ദന പോസ്റ്റുകൾക്കൊപ്പം പ്രചരിക്കുന്നുണ്ട്. ദൃശ്യം 2വിന് ശേഷം ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ OTT പ്രതികരണം തുടരുമിനായിരിക്കും. എന്നാൽ ദൃശ്യം 2 ആമസോൺ പ്രൈം വീഡിയോയുടെ ഡയറക്റ്റ് OTT റിലീസായിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.